ഈ സ്റ്റോറിയുടെ പേരാണ് കീപ് യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നം അത് വിട്ടുകൊടുക്കരുത്. കീപ് ഇറ്റ്. ഓക്കെ, അതിനെ പറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഐ ഹാവ് എ ഫ്രണ്ട് നെയിംഡ് മോണ്ടി റോബർട്ട്സ്. ഒരാൾ പറയണം, അത് ആരാന്നുള്ള വ്യക്തമല്ല, അയാളുടെ സുഹൃത്തിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഐ ഹാവ് എ ഫ്രണ്ട് നെയിംഡ് മോണ്ടി റോബർട്ട്സ്. എനിക്ക് ഒരു സുഹൃത്തുണ്ട്, അയാളുടെ പേരെന്താണ്? മോണ്ടി റോബർട്ട്സ്. ഹു ഓൺസ് എ ഹോഴ്സ് റാഞ്ച് ഇൻ സാൻ ഇസിഡ്രോ. സാൻ ഇസിഡ്രോ എന്ന സ്ഥലത്ത് അയാൾക്ക് ഒരു ഹോഴ്സ് റാഞ്ച്, അതായത് കുതിരാലയമുണ്ട്. ഹി ഹാഡ് ലെറ്റ് മീ യൂസ് ഹിസ് ഹോഴ്സ് റാഞ്ച്. അയാൾ എന്നെ അനുവദിച്ചു, അയാളുടെ കുതിരാലയം ഉപയോഗിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു. പുട്ട് ഓൺ ഫണ്ട് റേസിങ് ഈവൻറ്റ്സ്. അത് ഒരു പൈസ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് റേസിങ്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ചാരിറ്റിക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലരുടെയും സ്ഥാപനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും അല്ലേ. അപ്പോൾ അങ്ങനെ ഇയാളുടെ സ്ഥാപനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് ടു റേസ് മണി ഫോർ യൂത്ത് അറ്റ് റിസ്ക് പ്രോഗ്രാംസ്. യൂത്ത് അറ്റ് റിസ്ക് പ്രോഗ്രാംസ് എന്നുള്ളതിന് മണി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അയാൾ ഉപയോഗപ്പെടുത്തിയത്. ദ ലാസ്റ്റ് ടൈം ഐ വാസ് ദെയർ ഹി ഇൻട്രൊഡ്യൂസ് മീ ബൈ സെയിങ്. ഞാൻ ലാസ്റ്റ് ടൈം, അവസാനം ഞാൻ അയാളുടെ അടുത്ത് പോയപ്പോൾ ഹി ഇൻട്രൊഡ്യൂസ്ഡ് മീ, അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബൈ സെയിങ്, എന്നോട് പറഞ്ഞു, ബൈ സെയിങ് പറഞ്ഞുകൊണ്ട്, ഐ വോണ്ട് ടു ടെൽ യു, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വൈ ഐ ലെറ്റ് യു യൂസ് മൈ ഹോഴ്സ് റാഞ്ച്. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഹോഴ്സ് റാഞ്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. ഇറ്റ് ആൾ ഗോസ് ബാക്ക് ടു എ സ്റ്റോറി അബൌട്ട് എ യങ് മാൻ ഹു വാസ് ദ സൺ ഓഫ് ആൻ ഇറ്റിനറൻറ്റ് ഹോഴ്സ് ട്രെയിനർ. ഇറ്റ് വാസ് ലോങ് ബാക്ക്, അത് കുറേ പഴയ സ്റ്റോറിയാണ്. അത് എബൌട്ട് എ യങ് മാൻ, ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യൻ, ഹു വാസ് ദ സൺ, അയാളൊരു മകനായിരുന്നു. ആരുടെയാണ്? ഓഫ് ആൻ ഇറ്റിനറൻറ്റ്, ഒരു നാടോടി ഹോഴ്സ് ട്രെയിനർ, ഒരു നാടോടിയായിട്ടുള്ള ഹോഴ്സ് ട്രെയിനറുടെ മകനായിരുന്നു. ഹു വുഡ് ഗോ ഫ്രം സ്റ്റേബിൾ ടു സ്റ്റേബിൾ. അയാൾ ഒരു സ്റ്റേബിളിൽ നിന്ന്, ഒരു കുതിരാലയത്തിൽ നിന്ന് വേറെ കുതിരാലയത്തേക്കിന് പോകും. റേസ് ട്രാക്ക് ടു റേസ് ട്രാക്ക്, ഒരു റേസ് ട്രാക്കിൽ നിന്ന് വേറെ റേസ് ട്രാക്കിങ്ങിന് പോകും. ഫോം ടു ഫോം, ഒരു തോട്ടത്തിൽ നിന്ന് വേറെ തോട്ടത്തിലേക്ക് പോകും. ആൻഡ് റാഞ്ച് ടു റാഞ്ച്, ഇതുപോലത്തെ ഈ കുതിരയെ കൃഷി ചെയ്യുന്ന സ്ഥലം എന്നാണ് റാഞ്ച് ടു റാഞ്ച്. അയാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒരു റാഞ്ചിലേക്ക് ഇങ്ങനെ പോകും. ട്രെയിനിങ് ഹോഴ്സസ്, കുതിരകളെ ട്രെയിൻ ചെയ്തുകൊണ്ട്. ആസ് എ റിസൾട്ട്, ഇതിൻ്റെ ഫലമായിക്കൊണ്ട്, ദ ബോയ്സ് ഹൈസ്കൂൾ കരിയർ വാസ് കണ്ടിന്യൂസ്ലി ഇൻ്ററപ്റ്റഡ്. ദ ബോയ്സ് ഹൈസ്കൂൾ കരിയർ, ഈ കുട്ടിയുടെ ഹൈസ്കൂൾ കരിയർ വാസ് കണ്ടിന്യൂസ്ലി ഇൻ്ററപ്റ്റഡ്. ഇത് തുടർച്ചയായിട്ട് തടസ്സപ്പെട്ടു. ഹൈസ്കൂൾ പഠനം തുടർച്ചയായിട്ട് തടസ്സപ്പെട്ടു. വെൻ ഹി വാസ് എ സീനിയർ, അയാൾ സീനിയർ ആയപ്പോൾ, ഹി വാസ് ആസ്ക്ഡ് ടു റൈറ്റ് എ പേപ്പർ. സ്കൂളിൽ സീനിയർ ആയപ്പോൾ ഹി വാസ് ആസ്ക്ഡ്, അയാളോട് പറഞ്ഞു ടു റൈറ്റ് എ പേപ്പർ എഴുതാൻ വേണ്ടി, അബൌട്ട് വാട്ട് ഹി വാണ്ടഡ് ടു ബി ആൻഡ് ഡു വെൻ ഹി ഗ്രൂ അപ്പ്. വളരുമ്പോൾ എന്തായി മാറണം എന്നതിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ദാറ്റ് നൈറ്റ് ഹി റോട്ട് എ 7-page പേപ്പർ. ആ രാത്രിയിൽ അയാൾ എഴുതി എ 7-page പേപ്പർ, 7 പേജുള്ള പേപ്പർ, ഡിസ്ക്രൈബിങ് ഹിസ് ഗോൾ, അല്ല ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട്, ഓഫ് സം ഡേ ഓണിങ് എ ഹോഴ്സ് റാഞ്ച്. അതായത് ഒരു കാലത്ത് അയാൾ ഹോഴ്സ് റാഞ്ച്, ഇതുപോലെ ഒരു കുതിരാലയം ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഉടമസ്ഥനായിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് അയാൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഹി റോട്ട് അബൌട്ട് ഹിസ് ഡ്രീം, അയാളുടെ സ്വപ്നത്തെക്കുറിച്ച് അയാൾ എഴുതി. ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി. ആൻഡ് ഹി ഈവൻ ഡ്രൂ എ ഡയഗ്രാം, അയാൾ ഒരു ഡയഗ്രാം വരെ വരച്ചു. ഓഫ് 200 acre റാഞ്ച്, 200 ഏക്കർ കൃഷിസ്ഥലം, ഈ കുതിരകളൊക്കെ നോക്കുന്ന കൃഷിസ്ഥലം, അങ്ങനത്തെ 200 ഏക്കറായിട്ടുള്ള റാഞ്ചിൻ്റെ ഡയഗ്രാം വരെ വരച്ചു. ഷോയിങ് ദ ലൊക്കേഷൻ ഓഫ് ഓൾ ദ ബിൽഡിങ്സ്, മാത്രമല്ല എല്ലാ ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻസ് വരെ അതിൽ രേഖപ്പെടുത്തി. ദ സ്റ്റേബിൾസ്, അതിലുള്ള കുതിരാലയങ്ങളുടെ ലൊക്കേഷൻസ്, ആൻഡ് ദ ട്രാക്ക്, കുതിരകൾ ഓടിക്കുന്ന ട്രാക്ക്. ദെൻ ഹി ഡ്രൂ എ ഡീറ്റെയിൽഡ് ഫ്ലോർ പ്ലാൻ. അതിനുശേഷം അയാൾ വരച്ചു എ ഡീറ്റെയിൽഡ് ഫ്ലോർ പ്ലാൻ, ഒരു ഫ്ലോർ പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരച്ചു. ഫോർ 4000 square foot ഹൗസ്, 4000 square foot ഉള്ളൊരു വീടിൻ്റെ ഫ്ലോർ പ്ലാൻ വരെ വരച്ചു. ദാറ്റ് വുഡ് സിറ്റ് ഓൺ എ 200 acre ഡ്രീം റാഞ്ച്. 200 ഏക്കർ ഉള്ള ആ ഡ്രീം റാഞ്ചിൽ സിറ്റ് ചെയ്യുന്ന 4000 square foot ഉള്ള ഒരു വീടിൻ്റെ ഡിസൈൻ വരെ അയാൾ വരച്ചു. ഈ പുട്ട് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹിസ് ഹേർട്ട്, അയാളുടെ വലിയൊരു ഹൃദയം തന്നെ അതിൽ വെച്ച് ഇൻ ടു ദ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിലേക്ക്. ദ നെക്സ്റ്റ് ഡേ ഹി ഹാൻഡഡ് ഇറ്റ് ഇൻ ടു ഹിസ് ടീച്ചർ. ഈ പേപ്പർ സെക്കൻഡ് ഡേയിൽ അയാൾ ടീച്ചർക്ക് കൊടുത്തു. ടീച്ചർ ഒരു അസൈൻമെൻ്റ് ആയിട്ട് കൊടുത്താണല്ലോ, അവൻ്റെ ഡ്രീംസിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന ഒരു അസൈൻമെൻ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഹി ഗീവ് ദിസ് ടു ടീച്ചർ. 2 days later, 2 ദിവസം കഴിഞ്ഞപ്പോൾ, ഹി റിസീവ്ഡ് ഹിസ് പേപ്പർ ബാക്ക്. അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേപ്പർ തിരിച്ചു കിട്ടും. അപ്പോൾ ഹി ഗോട്ട് ഹിസ് പേപ്പർ ബാക്ക്. ഓൺ ദ ഫ്രണ്ട് പേജ് വാസ് എ ലാർജ് റെഡ് എഫ് എന്ന് പറഞ്ഞാൽ ലോ ഗ്രേഡാണ്, റെഡ് കളറിൽ
എഫ് എന്ന് എഴുതിയിട്ട് എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിത്ത് എ നോട്ട്, ഒരു നോട്ട് അറ്റ് ദാറ്റ് റേറ്റ് ഇങ്ങനെ എഴുതിയിട്ട് സീ മീ ആഫ്റ്റർ ക്ലാസ്. ടീച്ചർ എഴുതിയിരിക്കാം. ഏറ്റവും മോശം ഗ്രേഡും കൊടുത്തു. എന്നിട്ട് അടിയിൽ എന്ത് ചെയ്തു, ഒരു സീ മീ ആഫ്റ്റർ ക്ലാസ് എന്നുള്ള ഒരു നോട്ട് വെച്ചു. ദ ബോയ് വിത്ത് ദ ഡ്രീം വെൻ ടു സീ ദ ടീച്ചർ. ഈ സ്വപ്നമുള്ള ആ കുട്ടി വെൻ ടു സീ ഹിസ് ടീച്ചർ, ടീച്ചറെ കാണാൻ പോയി ആഫ്റ്റർ ക്ലാസ്, ക്ലാസ്സിന് ശേഷം. ആൻഡ് ആസ്ക്, എന്നിട്ട് ചോദിച്ചു വൈ ഡിഡ് ഐ റിസീവ് ആൻ എഫ്, എന്തുകൊണ്ടാണ് എനിക്കൊരു എഫ് ഗ്രേഡ് തന്നത്? ദ ടീച്ചർ സെഡ്, ടീച്ചർ പറഞ്ഞു ദിസ് ഈസ് എൻ അൺറിയലിസ്റ്റിക് ഡ്രീം ഫോർ എ യങ് ബോയ് ലൈക്ക് യു. ദിസ് ഈസ് എൻ അൺറിയലിസ്റ്റിക്, തീർത്തും യഥാർത്ഥവൽക്കരിക്കാൻ സാധിക്കാത്ത ഒരു സ്വപ്നമാണ്. ഫോർ എ യങ് ബോയ്, ഒരു ചെറുപ്പക്കാരനായ കുട്ടിക്ക്, നിന്നെ പോലത്തെ ഒരു ചെറുപ്പക്കാരനായ കുട്ടിക്ക് ഒരിക്കലും റിയലാക്കാൻ പറ്റാത്ത ഒരു സ്വപ്നമാണത്. യു ഹാവ് നോ മണി, നിനക്ക് പൈസയില്ല. യു കം ഫ്രം ആൻ ഇറ്റിനറൻറ്റ് ഫാമിലി, നീ വരുന്നതോ ഒരു നാടോടി കുടുംബത്തിൽ നിന്നാണ്. യു ഹാവ് നോ റിസോഴ്സസ്, നിനക്ക് എന്തെങ്കിലും ഇതിലൊക്കെ ചെയ്യുന്നെങ്കിൽ സോഴ്സ് വേണ്ടേ അല്ലേ? എന്തൊരു ഉത്ഭവം, അതിനുള്ള കാര്യങ്ങൾ വേണം, ഒരു റിസോഴ്സസ് വേണം. എന്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ വേണം അല്ലേ? നമുക്ക് സോഴ്സ് വേണം. അപ്പോൾ റിസോഴ്സും സോഴ്സും ഒന്നും ഇല്ലാതെ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓണിങ് എ ഹോഴ്സ് റാഞ്ച്, ഒരു ഹോഴ്സ് റാഞ്ച് ഓൺ ചെയ്യുക, എൻ്റെ ഉടമസ്ഥനാവുക എന്ന് പറഞ്ഞാൽ റിക്വയർസ് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് പൈസ വേണം. യു ഹാവ് ടു ബൈ ദ ലാൻഡ്, നിനക്ക് സ്ഥലം വാങ്ങിക്കണം. യു ഹാവ് ടു പേ ഫോർ ദ ഒറിജിനൽ ബ്രീഡിംഗ് സ്റ്റോക്ക് ആൻഡ് ലേറ്റർ യു ഹാവ് ടു പേ ലാർജ് സ്റ്റഡ് ഫീസ്. യു ഹാവ് ടു പേ ഫോർ എ ഒറിജിനൽ ബ്രീഡിംഗ് സ്റ്റോക്ക്. അതായത് ഒറിജിനൽ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുതിരകളുടെ ഒരു ബ്രീഡ്, ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട നല്ല ഒരു കുതിരകൾ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരുപാട് പൈസ വേണം, ഒരുപാട് പൈസ കൊടുക്കണം അല്ലേ? പേ ചെയ്യണം. ആൻഡ് ലേറ്റർ പിന്നീട് ഹാവ് ടു പേ ലാർജ് സ്റ്റഡ് ഫീസ്. അതിനുശേഷം ഒരുപാട് ഈ കുതിരകളെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരുപാട് ഫീസ് കൊടുക്കണം. ദർസ് നോ വേ യു കുഡ് എവർ ഡു ഇറ്റ്. ദർസ് നോ വേ, ഒരു വഴിയും കാണുന്നില്ല. യു കുഡ് എവർ ഡു ഇറ്റ്, എനിക്ക് എപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ പറ്റും, ഒരു വഴിയും കാണുന്നില്ല. ദെൻ ദ ടീച്ചർ ആഡഡ്, ഇത് മാത്രമല്ല ടീച്ചർ ഇതും പറഞ്ഞു, എന്താ ആഡഡ്, ഇഫ് യു വിൽ റീറൈറ്റ് ദിസ് പേപ്പർ, നീ ഈ പേപ്പർ റീറൈറ്റ് ചെയ്യുകയാണ്, ഒന്നുകൂടി എഴുതുകയാണെങ്കിൽ വിത്ത് എ മോർ റിയലിസ്റ്റിക് ഗോൾ, കുറച്ചും കൂടി യഥാർത്ഥവൽക്കരിക്കാൻ പറ്റിയ ഒരു ലക്ഷ്യവും വെച്ചുകൊണ്ട് നീ ഇത് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ റീകൺസിഡർ യുവർ ഗ്രേഡ്, നിൻ്റെ ഗ്രേഡ് ഞാൻ റീകൺസിഡർ, ഒന്നുകൂടി പുനഃപരിശോധിക്കാം എന്ന് പറഞ്ഞു. ദ ബോയ് വെൻറ്റ് ഹോം, കുട്ടി വീട്ടിലേക്ക് പോയി. ആൻഡ് തോട്ട് അബൌട്ട് ഇറ്റ്, എന്നിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചു. ഇറ്റ് ലോങ് ആൻഡ് ഹാർഡ്, കഠിനമായിട്ട് തന്നെ ദീർഘമായിട്ട് തന്നെ ചിന്തിച്ചു. ഹി ആസ്ക്ഡ് ഹിസ് ഫാദർ, അയാൾ എന്ത് ചെയ്തു, അയാളുടെ ഫാദറിനോട് ചോദിച്ചു വാട്ട് ഹി ഷുഡ് ഡു, എന്താണ് അയാൾ ചെയ്യേണ്ടത്. ഹിസ് ഫാദർ സെഡ്, അയാളുടെ ഫാദർ പറഞ്ഞു ലുക്ക് സൺ, മകനെ നോക്ക്, യു ഹാവ് ടു മേക്ക് അപ്പ് യുവർ ഓൺ മൈൻഡ് ഓൺ ദിസ്, നിനക്ക് നിൻ്റെ മനസ്സ് രൂപപ്പെടുത്താം ഇതേക്കുറിച്ച്. ഹവർ, എന്നിരുന്നാലും ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഫോർ യു, ഞാൻ ചിന്തിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും നിനക്ക്. ഫൈനലി ആഫ്റ്റർ സിറ്റിംഗ് വിത്ത് ഇറ്റ് ഫോർ എ വീക്ക്, ഒരാഴ്ച ഇതിൻ്റെ ഒപ്പം ചിന്തിച്ച് കുട്ടിയതിന് ശേഷം ദ ബോയ് ടേൺഡ് ഇറ്റ് ഇൻ ദ സെയിം പേപ്പർ, ആ സെയിം പേപ്പർ തന്നെ കുട്ടി തിരിച്ചു കൊടുത്തു. മേക്കിംഗ് നോ ചേഞ്ചസ് അറ്റ് ഓൾ, ഒരു ചേഞ്ചും അതിലുണ്ടാക്കാം. എന്നിട്ട് കുട്ടി എന്താ പറഞ്ഞത്, ഹി സ്റ്റേറ്റഡ്, അയാളിങ്ങനെ എഴുതി, യു ക്യാൻ കീപ് ദ എഫ്, നിങ്ങൾ എഫ് തന്നെ ഇട്ടോ, എൻ്റെ ഗ്രേഡ് എഫ് മതി. ആൻഡ് ഐ വിൽ കീപ് മൈ ഡ്രീം, ഞാൻ എൻ്റെ സ്വപ്നം കീപ്പ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളെ എഫ് ഗ്രേഡും കീപ്പ് ചെയ്യാം, അങ്ങനെ ഐ വിൽ കീപ് മൈ ഡ്രീം, എൻ്റെ സ്വപ്നവും ഞാൻ കീപ്പ് ചെയ്യും. മോണ്ടി ദെൻ ടേൺഡ് ഇൻ ടു ദ അസംബിൾഡ് ഗ്രൂപ്പ് ആൻഡ് സെറ്റ്, മോണ്ടി അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി ആളുകളോട് ഇങ്ങനെ തിരിഞ്ഞിട്ട് മോണ്ടി പറഞ്ഞു, ഐ ടെൽ യു ദിസ് സ്റ്റോറി, ഞാൻ ഈ സ്റ്റോറി നിങ്ങളോട് പറയുന്നത് ബിക്കോസ് യു ആർ സിറ്റിംഗ് ഇൻ മൈ 4000 സ്ക്വയർ ഫുട്ട് ഹൗസ്, നിങ്ങളിരിക്കുന്നത് എൻ്റെ 4000 സ്ക്വയർ ഫുട്ട് ഹൗസിലാണ്. ഇൻ ദ മിഡിൽ ഓഫ് മൈ 200 ഏക്കർ ഹോഴ്സ് റേഞ്ച്, എൻ്റെ 200 ഏക്കർ ഹോഴ്സ് റേഞ്ചിൻ്റെ നടുവിലുള്ള. ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് സ്കൂൾ പേപ്പർ, അന്ന് കിട്ടിയിട്ടുള്ള ആ സ്കൂൾ പേപ്പർ ഉണ്ടല്ലോ, ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് സ്കൂൾ പേപ്പർ ഓവർ ദ ഫയർ പ്ലേസിൻ്റെ അടുത്ത് ആ സ്കൂളിൽ നിന്ന് കിട്ടിയുള്ള പേപ്പർ ഇന്നും എൻ്റെ അടുത്തുണ്ട്. അയാൾ പറഞ്ഞു, ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഈസ് ദാറ്റ്, ഇതിലെ ഈ സ്റ്റോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് ഏതെന്ന് വെച്ചാൽ ദാറ്റ് 2 summers ago, 2 സമ്മർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ,
ചൂടുകാലം 2 ചൂടുകാലം മുമ്പ് ദ സെയിം സ്കൂൾ ടീച്ചർ ആ സെയിം സ്കൂൾ ടീച്ചർ ബ്രോട്ട് ഇവിടെ കൊണ്ടുവന്നു 30 കിഡ്സ് 30 കുട്ടികളെ കൊണ്ടുവന്നു ടു ക്യാമ്പ് ഔട്ട് ഓൺ മൈ റാഞ്ച് ഫോർ എ വീക്ക്. ടു ക്യാമ്പ് ഔട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ 1 വീക്ക്, ഒരാഴ്ചക്ക് കുട്ടികളെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി. ദെൻ ദ ടീച്ചർ വാസ് ലീവിങ്. ടീച്ചർ പോകുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു, ലുക്ക് മോണ്ടി നോക്ക്, ഐ ക്യാൻ ടെൽ യു ദിസ് നൗ. ഇപ്പോൾ എനിക്കിത് പറയാൻ കഴിയും. വെൻ ഐ വാസ് യുവർ ടീച്ചർ, ഞാൻ നിൻ്റെ ടീച്ചറായിരുന്നപ്പോൾ ഐ വാസ് സംതിങ് ഓഫ് എ ഡ്രീം സ്റ്റീലർ. ഞാൻ ഒരു ഡ്രീം സ്റ്റീലറായിരുന്നു, ഒരു ചിലരുടെ സ്വപ്നങ്ങൾ കവർന്നെടുക്കുന്ന ആളായിരുന്നു. ഡ്യൂറിങ് ദോസ് ഇയേഴ്സ്, ആ കാലഘട്ടങ്ങളിൽ ഐ സ്റ്റോൾ എ ലോട്ട് ഓഫ് കിഡ്സ് ഡ്രീം. ഒരുപാട് കുട്ടികളുടെ സ്വപ്നങ്ങൾ ഞാൻ കവർന്നെടുത്തിട്ടുണ്ട്. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, യു ഹാഡ് ഇനഫ് ഗ്രംഷൻ. എനിക്ക് ആവശ്യത്തിനുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നു. നോട്ട് ടു ഗിവ് അപ്പ് ഓൺ യുവേഴ്സ്. നിൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ മാത്രം ആത്മാർത്ഥത അല്ലെങ്കിൽ വിശ്വാസം നിനക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ, ഡോണ്ട് ലെറ്റ് എനി വൺ, ആരെയും അനുവദിക്കരുത്, സ്റ്റീൽ യുവർ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ കവർന്നെടുക്കാൻ. ഫോളോ യുവർ ഹേർട്ട്, നിങ്ങളുടെ ഹൃദയം പിന്തുടരുക. നോ മാറ്റർ വാട്ട്, എന്ത് തന്നെയായാലും. നോ ഡ്രീം ഈസ് ടു ബിഗ്, ഒരു സ്വപ്നവും വലിയതല്ല. ഓർ ടു സ്മോൾ, ചെറുതുമല്ല. വെൻ വൺ വർക്ക് ഹാർഡ് ടു ലിവ് ഇറ്റ്, അത് നടപ്പിൽ വരുത്താൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുമ്പോൾ. വൺ ഷുഡ് ആൾവേസ് ട്രൈ, എപ്പോഴും ഒരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. മേക്കിംഗ് ഡ്രീംസ് കം ട്രൂ, അയാളുടെ സ്വപ്നങ്ങൾ സത്യമാവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നോ മാറ്റർ വാട്ട്, എന്ത് തന്നെ സംഭവിച്ചാലും ശരി. അപ്പോൾ ദിസ് ഈസ് ദ പോയിൻറ്റ്. നമ്മൾ ഒരു സ്വപ്നവും കൊണ്ട് നടക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപദേശകർ വരും. എന്നിട്ട് 100 കാരണങ്ങളും പറഞ്ഞു. ഇവിടെ പറയുന്നത് ഒരു സ്വപ്നവും വലുതല്ല. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഒന്നുമല്ലായിരുന്നു, ഡിഗ്രി ഒന്നും പാസ്സാവാത്ത, അല്ലെങ്കിൽ മന്ദബുദ്ധിക്ക് വരെ ചികിത്സ നടത്തിയിട്ടുള്ളതാണ്. പുള്ളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായത്. സ്റ്റീവ് ജോബിനും ഡിഗ്രി ഒന്നുമില്ല, അയാളൊരു വട്ടനായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ വളർന്ന ഒരുപാട് ആളുകൾ എല്ലാം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക്, ചെറിയ സ്വപ്നങ്ങളൊന്നുമല്ല, നെറുകയിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ഇറ്റ്സ് പോസിബിൾ. മനസ്സിലായി? വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കഠിനമായി അധ്വാനിക്കാൻ തയ്യാറെന്നുണ്ടെങ്കിൽ, നോ ഡ്രീംസ് ടു ബിഗ്, ഒരു സ്വപ്നവും വലുതല്ല. ഓർ ടു സ്മോൾ, ചെറുതുമല്ല. ഇഫ് യു വർക്ക് ഫോർ ഇറ്റ്, ദാറ്റ് വിൽ ഹാപ്പൻ. നിങ്ങളതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നടക്കും.